ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു പനിക്കൻ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ് കേരള സിലബസ് സ്റ്റാൻഡേർഡ് 9th ഹിന്ദി രണ്ടാമത്തെ ചാപ്റ്റർ ഒരു കവിതയാണ്, ബഹുത്ത് ദിനോം കെ ബാദ്. അതിന്റെ കവി ശ്രീ നാഗാർജുൻ ആണ്. ഹിന്ദിയിലെ പുരോഗമന സാഹിത്യകാരൻ ആയിട്ടുള്ള നാഗാർജുൻ ബീഹാറിലെ ദർഭംഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ശരിക്കും ഉള്ള പേര് വൈദ്യനാഥ മിശ്ര എന്നാണ്. അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് നാഗാർജുൻ എന്ന് പറയുന്നത്. AD 1911 ജൂൺ 30 ആണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. 1948 നവംബർ 5 അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് നമുക്കിന്നിവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്, ബഹുത് ദിനോ കെ ബാദ്. വളരെ നാളുകൾക്ക് ശേഷം. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച ആണ് അദ്ദേഹത്തിന് ഈ കവിത എഴുതാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത ഇതാണ്. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകന്റെ മുൻപിൽ ഇരുന്ന് എപ്രകാരമാണോ നിങ്ങളുടെ ക്ലാസ് പഠിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ ക്ലാസ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക, കയ്യിൽ ഇതുപോലെ ഒരു പെൻസിലോ പേനയോ കരുതുക. നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഓരോ വേർഡും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത്, ഓരോ സെന്റൻസും മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ വേർഡിന്റെ അടിയിൽ വരച്ചിട്ട് മുകളിൽ അതിന്റെ മലയാളത്തിലുള്ള മീനിങ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ടെക്സ്റ്റ് ബുക്ക് എടുക്കാതെയാണ് വീഡിയോ കാണാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കയ്യിൽ ഇതേപോലെ ഒരു പെൻസിലും കരുതുക. ബഹുത്ത് ദിനോം കെ ബാദ്. ബഹുത്ത് ദിനോം കെ ബാദ് അബ് കി മൈനെ ജി ഭർ ദേഖി. വളരെ നാളുകൾക്ക് ശേഷം. അബ് കി ഇപ്പോൾ. മൈനെ ജി ഭർ ദേഖി ഞാൻ എൻ്റെ മനസ്സ് നിറയെ കണ്ടു. ജി ഭർ ദേഖി എൻ്റെ മനസ്സ് നിറയെ ഞാൻ കണ്ടു. എന്താ കണ്ടത്? പകി സുൻഹലി ഫസലോം കി മുസ്കാൻ. പക്കി സുൻഹലി. പക്കി എന്ന് പറഞ്ഞാൽ പാകമായ, സുൻഹലി സ്വർണ്ണ നിറത്തിലുള്ള, ഫസലേം വിളവുകൾ, മുസ്കാൻ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ മനസ്സ് നിറയെ കാണുന്നത്. എന്ത് കാണുന്നത്? വിളഞ്ഞ് പാകമായ സുവർണ നിറത്തിലുള്ള വിളവുകളുടെ പുഞ്ചിരി വളരെ നാളുകൾക്ക് ശേഷം ഞാൻ കാണുന്നു. ഇതാണ് ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, ബഹുത്ത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. അപ്പൊ വളരെ നാളുകൾക്ക് ശേഷമാണ്. അപ്പൊ അദ്ദേഹം വേറെ എവിടെയോ പോയിരുന്നിട്ട്, അപ്പൊ ടൗണിലായിരിക്കാം, ആ ടൗണിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ആ കാഴ്ചയാണ് ഇവിടെ പറയുന്നത്. എത്ര മനോഹരമാണ് ആ വരികൾ. ബഹുത്ത് ദിനോ കെ ബാദ് അബ് കെ മേം ജി ഭർ സുൻ പായ. വളരെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് മെയിൻ ജി ഭർ സുൻ പായ, മനസ്സ് നിറയെ ഞാൻ സുൻ പായ കേൾക്കുന്നത്. എന്ത് കേൾക്കുന്നത്? ധാൻ കൂട്ടി കിശോരിയോ കി കോകിൽ കണ്ടി താൻ. ധാൻ കൂട്ടി ധാന്യങ്ങൾ കുത്തുന്ന, ധാന്യങ്ങൾ കുത്തുന്ന, കിശോരിയോ കി കോകിൽ കണ്ടി താൻ, ബാലികമാരുടെ കോകിൽ കണ്ടി താൻ അഥവാ അവരുടെ കുയിലുകൾ പോലെയുള്ള കണ്ഠത്തിൽ നിന്ന് വരുന്ന ആ നാദം ഇപ്പോഴാണ് ഞാൻ
കേൾക്കുന്നത്. വളരെ നാളുകളായി അത് കേട്ടിട്ട് ഇപ്പോഴാണ് ഞാനത് കേൾക്കുന്നത്. ബഹുത് ദിനോ കെ ബാദ്. അപ്പോ താൻ എന്ന് പറഞ്ഞാൽ ധാന്യം, കൂട്ടി എന്ന് പറഞ്ഞാൽ കുത്തുന്നത്. കിശോരി എന്ന് പറഞ്ഞാൽ ബാലികമാര്. ആ ബാലികമാര് കുത്തുന്ന ആ ശബ്ദം, അഥവാ നെല്ല് കുത്തുന്ന ആ ശബ്ദം, അവരുടെ മനോഹരമായ ആ ശബ്ദം, അവരുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന മനോഹരമായ ശബ്ദം ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ബഹുത് ദിനോ കെ ബാദ് अब की मैंने जी भर सूंघी. ബഹുത്ത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. എന്താ? मैंने जी भर सूंघे, ഞാൻ മനസ്സു നിറയെ ഒന്ന് ഗന്ധം ആസ്വദിക്കുന്നത് ഇപ്പോഴാണ്. സൂംഘന എന്ന് പറഞ്ഞാൽ ശ്വസിക്കുമ്പോൾ നല്ല സുഗന്ധമുള്ള ശ്വസനം. ഞാൻ മണുത്തു നോക്കുന്നത് ഇപ്പോഴാണ്. എന്താ? മൗൽ സിരി കെ ഠേർ ഠേർ സെ താജെ ഠട്കെ ഫൂൽ. മൗൽ സിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇലഞ്ഞി മരമാണ്. ആ ഇലഞ്ഞി മരത്തിന്റെ താജേസെ എന്ന് പറഞ്ഞാൽ പുത്തനായിട്ടുള്ള, അല്ലെ? താജേസെ മൗൽ സിരി കെ ഠേർ ഠേർ, കൂട്ടത്തോടെയുള്ള. ഠേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം എന്നാണ്, ഒത്തിരി. താജെ ഠട്കെ ഫൂൽ, പുത്തനായ പൂക്കളുടെ സ്മെല്ല്, സുഗന്ധം ഇപ്പോഴാണ് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം മണുത്തു നോക്കുന്നത്. ബഹുത്ത് ദിനോ കെ ബാദ് അബ് കി मैंने जी भर सूंघे मौल सिरी के ठहर ठहर से ताजे ठटके फूल. അവിടെ അതിനകത്തുള്ള പുതിയ വേർഡുകൾ: സൂംഘന ടു സ്മെൽ, മണുത്തു നോക്കുക; മൗൽസിരി ഇലഞ്ഞിമരം; ഠേർ ഠേർ ധാരാളമായിട്ട്; താജെ ഠട്കെ പുതുപുത്തനായിട്ടുള്ള, അല്ലെ? ഇലഞ്ഞിമരത്തിന്റെ പൂക്കൾ, അല്ലെ? ഠട്കെ ഫൂൽ, ഇലഞ്ഞിമരത്തിന്റെ പുതുപുത്തൻ പൂക്കൾ കുറെ നാളുകളായിട്ട് എനിക്കിപ്പോഴാണൊന്ന് ശ്വസിക്കാനായിട്ട് കിട്ടുന്നത്. बहुत दिनों के बाद अब की मैं जी भर झूप पाया. बहुत दिनों के बाद, വളരെ നാളുകൾക്ക് ശേഷം. अब की मैं जी भर झूप पाया, വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഒന്ന് സ്പർശിച്ചു നോക്കുന്നത്. എന്താണ് സ്പർശിച്ചു നോക്കുന്നത്? അപ്പനി ഗംബയി പകഡണ്ഡി കി ചന്ദന വർണ്ണി ധൂൽ. അപ്പനി ഗംബയി ഗ്രാമത്തിലെ, ഗ്രാമീണമായിട്ടുള്ള. പകഡണ്ഡി എന്ന് പറഞ്ഞാൽ നടപ്പാത, ഒറ്റയടിപ്പാത. അപ്പനി ഗംബയി പകഡണ്ഡി, എന്റെ ഗ്രാമത്തിലെ ഒറ്റയടിപ്പാത, എന്റെ ഗ്രാമത്തിലെ നടപ്പാത. കി ചന്ദൻ വർണ്ണി ധൂൽ. ചന്ദൻ വർണ്ണി എന്ന് പറഞ്ഞാൽ ചന്ദന നിറത്തോടു കൂടിയ. ധൂൽ എന്ന് പറഞ്ഞാൽ പൊടി. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ്, വളരെ നാളുകളായിട്ട് നഷ്ടപ്പെട്ടത് എനിക്കിപ്പോഴാണ് ഇന്ന് സാധിച്ചത്, എനിക്കൊന്ന് സ്പർശിക്കാൻ സാധിച്ചത്. എന്താണ് സ്പർശിക്കാൻ സാധിച്ചതെന്ന് കവി പറയുന്നു. അപ്പനി ഗംബയി പകഡണ്ഡിക്ക് ചന്ദന വർണ്ണി ധൂൽ, എന്റെ ഗ്രാമീണ നടപ്പാതയിലെ ചന്ദന നിറമുള്ള പൊടി എനിക്ക് സ്പർശിക്കാൻ സാധിച്ചത് ഇപ്പോഴാണ്. കുറേ നാളുകളായിട്ട് എനിക്ക് നടക്കാതിരുന്ന കാര്യം എനിക്കിപ്പോഴാണ് സാധിച്ചത്. ബഹുത്ത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. അടുത്തത് അടുത്ത പേജാണ്. ബഹുത്ത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. അബ് കി मैंने जी भर താൾ മഖാന ഖായ.
വളരെ നാളുകൾക്ക് ശേഷം മേനെ ഞാൻ ജീഫർ 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 എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ ജീഫർ താൽമഖാന ഖായ. താൽമഖാന എന്ന് പറഞ്ഞാൽ ഒരു തരം ഔഷധ ചെടിയാണ്. ആ ഔഷധ ചെടി പറിച്ച് കഴിക്കുക. പണ്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതേപോലുള്ള പല സാധനങ്ങളും അവർ കഴിക്കുമായിരുന്നു. മാങ്ങ ഉള്ള കാലത്താണെങ്കിൽ മാങ്ങ പറിച്ച് കഴിക്കുക, പോകുന്ന വഴിക്കുള്ള നെല്ലിക്ക, പേരയ്ക്ക, അതേപോലെ കുന്നിക്കുരു, മഞ്ചാടിക്കുരു, ഇങ്ങനെയുള്ള പല സാധനങ്ങളുമൊക്കെ പിള്ളേർ പറിച്ച് കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഈ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുൻപുള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് നമ്മുടെ നാഗാർജുൻ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ആദ്യത്തെ ലെസണും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്കൂളിൽ പോകുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചുള്ളതായിരുന്നു അതിനകത്തും പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ അബുക്കെ മേനെ ജീഫർ താൽമഖാന. താൽമഖാന എന്ന് പറഞ്ഞാൽ ഒരു തരം ഔഷധ ചെടി പറിച്ച് കഴിച്ചു. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ആ ചെടി എനിക്ക് പറിച്ച് കഴിക്കാൻ എനിക്ക് സാധിച്ചത്. അതേപോലെ ഗന്നെ ചൂസേ ജീഫർ. ഗന്നെ ചൂസേ, കരിമ്പ് ഞാൻ ചീമ്പി. ചൂസിന എന്ന് പറഞ്ഞാൽ കരിമ്പിന്റെ ജ്യൂസ് വലിച്ചു കുടിക്കുക. ചവച്ച് ചവച്ച് അതിന്റെ ജ്യൂസ് കുടിച്ചത്. എങ്ങനെയാണ് കുടിച്ചത്? ജീഫർ, സന്തോഷമായിട്ട്. വളരെ നാളുകളായിട്ട് ഇപ്പോഴാണ് ഞാൻ കരിമ്പിന്റെ ജ്യൂസ് ഇങ്ങനെ വലിച്ചു കുടിക്കുന്നത്. ബഹുത്ത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. ബഹുത്ത് ദിനോ കെ ബാദ് ലാസ്റ്റ് സ്റ്റാൻസയാണ്. ബഹുത്ത് ദിനോ കെ ബാദ് അബ് മേനെ ജീഫർ ഭോഗി. വളരെ നാളുകൾക്ക് ശേഷം ഞാൻ നിറഞ്ഞ് മനസ്സോടുകൂടി ഭോഗയെ അനുഭവിച്ചു. എന്തനുഭവിച്ചു? ഗന്ധ, രൂപ, രസ്, ശബ്ദ, സ്പർശ്, സബ് സാത്ത് സാത്ത് ഇസ് ഭൂപ്പർ. അതാണ് ഞാൻ ആസ്വദിച്ചത്. എന്ത് ഞാൻ ആസ്വദിച്ചു? എന്ത് ഞാൻ അനുഭവിച്ചു? ഗന്ധ, രൂപ, രസ്, മണം, രൂപം, രസം, ശബ്ദം, സ്പർശം, ഇതെല്ലാം ഒരുമിച്ച് ഞാൻ ഈ ഭൂമിയിൽ ഇസ് ഭൂപ്പർ, ഈ ഭൂമിയിൽ ഞാൻ വളരെ നാളുകൾക്ക് ശേഷം ഞാൻ ഒരുമിച്ച് അനുഭവിച്ചു. ബഹുത്ത് ദിനോ കെ ബാദ്, വളരെ നാളുകൾക്ക് ശേഷം. അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിന്ന് ദൂരെ എവിടെയോ പോയിട്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് വന്ന് ആ ഗ്രാമത്തിൻ്റെ ഭംഗി കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിക്കുന്നതിനെ പറ്റിയാണ് നാഗാർജുൻ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻസയിൽ മനോഹരമായ വിളവുകളെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തേതില് ധാന്യങ്ങൾ കുത്തിപ്പൊടിക്കുന്ന സ്ത്രീകൾ അഥവാ ബാലികമാര് പാടുന്ന പാട്ടിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റാൻസയിൽ ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധം ആസ്വദിക്കുന്ന കാര്യം പറഞ്ഞു. അഞ്ചാമത്തെ സ്റ്റാൻസയിൽ തൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടി പാതയിലെ മനോഹരമായ ചന്ദന നിറത്തിലുള്ള പൊടി സ്പർശിക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. ആറാമത്തെ സ്റ്റാൻസയിൽ ഒരു ഔഷധച്ചെടി ആദ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം പറിച്ച് കഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നു. ഏഴാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് ഇതെല്ലാം ഒരുമിച്ച് ആസ്വദിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കവി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് തരുന്ന എല്ലാം ഭൂമിയിൽ ഉണ്ട്. നമുക്ക് ജീവിക്കാൻ, സന്തോഷമായിട്ട് ജീവിക്കാനുള്ള എല്ലാം ഭൂമിയിലുണ്ട്. ഒരിക്കലും നമ്മൾ ഭൂമിയെ നശിപ്പിക്കുകയോ ഭൂമിയെ ഉപദ്രവിക്കുകയോ ചെയ്യാതെ നമ്മൾ ഭൂമിയെ വണങ്ങി ഭൂമിയിലുള്ളതെല്ലാം, ഭൂമിയെ സംരക്ഷിച്ച് ഭൂമിയിലുള്ളതെല്ലാം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് ബഹുത്ത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന ഈ കവിതയിൽ നാഗാർജുൻ നമ്മളോട് പറയുന്നത്.
അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കുട്ടികൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.